പാലക്കാടേക്കാണ് അടിക്കാത്ത ലോട്ടറിക്ക് ഒടുക്കത്ത് ഇടികിട്ടിയ വാർത്തയിലേക്കാണ്. പാലക്കാട് കഞ്ചിക്കോട് ലോട്ടറി അടിച്ചെന്ന് തെറ്റിദ്ധരിച്ച് വ്യാപാരി തട്ടിക്കൊണ്ടുപോയി 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മർദ്ദനം. കഞ്ചിക്കോട് സ്വദേശി ബിനുവിനാണ് മർദ്ദനമേറ്റത്. 5 അംഗ സംഘം മർദ്ദിച്ചു എന്നാണ് പരാതി. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന്. ഷാരിഖ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അങ്ങനെ അടിക്കാത്ത ലോട്ടറി അടിച്ചെന്നൊക്കെ തെറ്റിദ്ധരിച്ചത് ആരാണ്? പ്രതികൾ ആരൊക്കെയാണ്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം? സുഹേൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു വിവരം എന്ന് വെച്ചാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ ഹേമാംബിക നഗർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതായത് ഈ കഞ്ചിക്കോട് സ്വദേശിയായ ബിനുവിൻ്റെ ഇതിൽ ബന്ധുക്കൾ കൂടെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും കൂടെ ഉള്ള വിവരം ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ മെയ് 28 രാത്രിയിലാണ് പാലക്കാട് അകത്തേത്തറയിൽ വെച്ച് ബിനുവിനെ ഒരു സംഘം, അതായത് 5 അംഗ സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നത്. തുടർന്ന് ഇവർ വാളയാർ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലെ ചാവടി എന്ന് പറയുന്ന പ്രദേശത്ത് എത്തുന്നു. അവിടെ ആളൊഴിഞ്ഞ വീട്ടിൽ ബിനുവിനെ പൂട്ടിയിട്ട് ഇവർ അവിടെ നിന്ന് പണം ആവശ്യപ്പെട്ട്, അതായത് 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് 30-ന് ഇവർ പുറത്തുപോയ സമയത്ത് ബിനു അതിസാഹസികമായി പുറത്തേക്ക് ചാടി എത്തുന്നു. ചാവടിയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഓടിക്കയറുന്നു. അവിടെയുള്ള ആളുകളാണ് ബിനുവിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുന്നതും. എന്തായാലും ബിനുവിന്റെ കാലിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ബിനു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തെറ്റിദ്ധരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ലോട്ടറി അടിച്ചു എന്നുള്ള കഥ, ബിനു ലോട്ടറി അടിച്ചു എന്നുള്ള കഥയൊക്കെ നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ടോ? ഇവര് എന്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടിക്കാത്ത ലോട്ടറി അടിച്ചെന്ന് തെറ്റിദ്ധരിച്ചെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഹൈൽ, അതായത് ഇത് ഇവർ പണ ഇടപാടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള കിരൺ എന്ന് പറയുന്ന ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അത്തരത്തിൽ കിരണുമായി ബന്ധപ്പെട്ട് ബിനുവിന് നേരത്തെ പണം ഇടപാട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത്തരത്തിൽ ആ ഒരു സംബന്ധം, ആ വിഷയമാണ് ഇത്തരത്തിൽ ഒരു ലോട്ടറി അടിച്ച് എന്ന് പറയുന്ന തെറ്റിദ്ധാരണയിൻ്റെ പുറത്ത് ഈ ബിനുവിനെ ഇവർ കാറിൽ തട്ടിക്കൊണ്ടുപോയതും ഇതുമായി ബന്ധപ്പെട്ട് ബിനു ഇവർക്ക് പണം മുൻപ് നൽകാനുണ്ടെന്നും അപ്പോൾ ആ പണം ചോദിച്ചപ്പോൾ ഈ 15 ലക്ഷം രൂപ തൻ്റെയിലുള്ള 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഇവരെ മർദ്ദിക്കുകയായിരുന്നു എന്നുമാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഇവർ തമ്മിൽ എന്താണ് നേരത്തെ പണമിടപാട് ഉണ്ടായിരുന്നോ, അതും ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് പ്രതികൾ, ഈ ബിനുവിന്റെ ബന്ധുക്കൾ തന്നെ പ്രതി പട്ടികയിലുണ്ട് എന്ന് പറയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തായാലും അന്വേഷണം വ്യാപകമായി ആരംഭിച്ചിട്ടുണ്ട്. 2 പേർ ഇതിനോടകം തന്നെ ഹേമാംബിക നഗർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എന്തായാലും ലഭ്യമാണ്. മറിയുകയാണ്, വ്യക്തത വരാനുണ്ട്. പ്രാഥമികമായ ലോട്ടറി അടിച്ചും തെറ്റിദ്ധരിച്ച് തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് ചില സാമ്പത്തിക ഇടപാടുകൾ പ്രതിയും പരാതിക്കാരനും തമ്മിൽ ഉണ്ടെന്ന നിഗമനത്തിൽ കൂടിയാണ് പോലീസ് ഉള്ളത്. എന്നാലും കുറച്ചുകൂടി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, അറിയാൻ ബാക്കിയുണ്ട്. അത് പോലീസ് കണ്ടെത്തട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.